എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ ഈ പിറകിൽ നിൽക്കുന്നത് കൊടകരയിലെ ഓട്ടോ ചേട്ടന്മാരാണ്. ഈ കഴിഞ്ഞ ദിവസം കൊടകരയിൽ ഒരു ചേട്ടനെ ഒമിനി വാൻ ഇടിച്ച് ആ ചേട്ടനെ അവിടെ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ രാത്രി കൊണ്ട് കിടത്തിയിട്ട് ആ ഒമിനി വാൻ കടന്നു കളഞ്ഞു. അതിനെ തുടർന്ന് അവിടെയുള്ള രണ്ട് ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ കോൾ വരികയും ചേട്ടനോട് സംസാരിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ആരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല, ആരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല, ഓട്ടോറിക്ഷക്കാരെ വിളിച്ചു അവരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. പക്ഷേ ഇപ്പോൾ ഓട്ടോ ചേട്ടന്മാരായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ അങ്ങനെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരെന്നോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വാർത്ത ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരിവിടെ വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കൊടകരയിലെ ഏറ്റവും നല്ല മനസ്സുള്ള കുറേ ചേട്ടന്മാരാണ്. ഇവരെ സംബന്ധിച്ചുള്ള ആ വാർത്ത വന്നപ്പോൾ ഇവർക്ക് വിഷമം തോന്നി. സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്താണ് അന്ന് ഉണ്ടായിരുന്ന ഒരു സംഭവം, ഇവർ കണ്ട സമയത്ത് ആ ചേട്ടൻ എന്താണ് ഉണ്ടായിരുന്നുള്ളത് നമുക്ക് ഒരുപാട് ചോദിച്ചറിയാം. രാവിലെ 6:30 ഞാൻ വണ്ടി വരുമ്പോൾ കടൽ സൈഡിലാണ് കിടക്കണ്ടായിരുന്നു, മൂടി പോച്ച് കിടക്കായിരുന്നു. സ്വാഭാവികമായിട്ടുള്ള ആൾക്കാർ വയ്യാത്തളകർ വന്ന് കിടക്കാറുണ്ട്. അപ്പോൾ അയാൾ വണ്ടിയുടെ സൗണ്ട് ഇട്ടപ്പോൾ അയാൾ അവിടെ എണീറ്റിരുന്നു. എണീറ്റ ശേഷം ആളെല്ലാം മദ്യകുപ്പി താഴെ വീണു. മദ്യകുപ്പി അടുത്ത ആൾ മാറ്റി വെച്ചു. വെള്ളം കുപ്പി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആൾ വീണ്ടും അവിടെ കിടന്നു. വയസ്സായ ആളെല്ലാം 3 വെച്ചു അവിടെ കിടന്നു. അത് കഴിഞ്ഞ് കട തുറക്കാൻ നേരത്ത് ആൾക്കാർ ഇരിക്കാൻ പറ്റണില്ല. അപ്പോൾ 2 പേര് കൂടിയിട്ട് ആളെ പിടിച്ചേൽപ്പിച്ചു. 4 പേരുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു ആളൊരു ചെന്നെ വണ്ടി അടിച്ചാൽ പറഞ്ഞു. ആളൊരു പോയി ചേട്ടൻ ഇവിടെ എത്തിയേ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവന്നാണ്, ഇവിടെ ഇറക്കി വിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ വീട് അവിടെ ചോദിച്ചു. എൻ്റെ വീട് കോരാശാലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളൊരു വണ്ടി ആക്സിഡൻറ്റ് ചേട്ടൻ്റെ ആളെ വിളിച്ചപ്പോൾ ആളറിയാം. അത് കഴിഞ്ഞ് വീണ്ടും ആ കട നിന്ന് മാറ്റി കിടത്തെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആ തുറക്കാൻ വന്നപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മാറ്റി കിടത്തി. ഞാൻ ചോദിച്ചു ആശുപത്രി പോകണമെന്ന് ചോദിച്ചു. ആൾ കോടലെ ശിവരാമത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ലാണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അതിനുശേഷമാണ് ഈ വാർത്തയൊക്കെ വന്നത്. അതായത് ആ ഒരു നക്ഷത്രം എന്ന് പറഞ്ഞൊരു കടയുടെ ഷോപ്പിന്റെ ഭാഗത്തിലാണ് ഇയാൾ കടന്നത്. അപ്പം ആ കുട്ടി അത് തുറക്കാൻ വന്നു കഴിഞ്ഞപ്പം ഇയാൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എഴുന്നേറ്റിരുന്നു, പക്ഷേ അയക്കാൻ നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞങ്ങളാണ് ഇയാളെ, ഞാനും വേറെ എൻ്റെ സുഹൃത്തോട് കൂടിയാണ് ഞങ്ങൾ ഇയാൾ മാറ്റി അപ്പുറത്തെ കടയിൽ കൊണ്ട് കിടത്തിയത്. എന്നിട്ട് ഇയാൾ ചായ വേണമെന്ന് പറഞ്ഞു. ഞാൻ ചായ മേടിച്ചു കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് കോടാലി ആശുപത്രി പോകണം എന്ന് പറഞ്ഞു നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു സംശയമായി. അപ്പം ഞങ്ങളത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സ്റ്റേഷനെ അറിയിച്ചു, പിന്നെ പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പിന്നെ ഈ വാർത്ത വന്നത്. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങളുടെ ഓട്ടോയിൽ കൊണ്ടുപോയി ആശുപത്രി കൊണ്ട് ആക്കി കഴിഞ്ഞാൽ ഇയാൾ പറയണം ഈ വണ്ടിയെ തട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകും. അതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർത്ത വന്നതിൽ അതിയായ സങ്കടമുണ്ട്. അതായത് ഞങ്ങൾ ഇതുപോലെ കൊടകരയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആളാണ്. തീർച്ചയായിട്ടും കൊടകരയിലെ ഈ നല്ല മനസ്സുള്ള ഓട്ടോ ചേട്ടന്മാർ അവർക്ക് അങ്ങനെ ഒരു വാർത്ത വന്നതിലുള്ള ഒരു വിഷമമാണ് ഒരു പങ്കുവച്ചത്. നമ്മൾ ഈ മനുഷ്യജീവൻ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇടപെടുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാലോ, പല വാർത്തകളും ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എന്നെ അവിടെ കാണിച്ചു തന്ന വീഡിയോ കോളിൽ കൂടെ കാണിച്ചു തന്നപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അതിൽ ഇട്ടിരുന്നത്. അപ്പോഴും ആൾ പറഞ്ഞിരുന്ന സംഭവം ഇങ്ങനെയാണ്. പക്ഷേ ഇവർ പറയുന്ന സംഭവം മറ്റൊരു സംഗതിയാണ്. ഇനി ശരിക്കും അദ്ദേഹത്തിന് എന്താ പറ്റിയെന്നുള്ളത് ഇപ്പോൾ അന്വേഷണത്തിലാണ്. സംഭവം എന്താണ് ആൾക്ക് സംഭവിച്ചത്, എന്ത് അപകടമാണ് സംഭവിച്ചത്, വാസുപുരത്ത് വെച്ച് നടന്നു പോകുമ്പോൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അപകടത്തിൽ പറ്റിയെന്നാണ് ആൾ പറയുന്നത്. പക്ഷേ ആളുടെ ഒമിനി വാനും മറ്റു കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എനിവേ, കൊടകരയിലെ ഈ ഓട്ടോ ചേട്ടന്മാരുടെ എല്ലാവിധ ജീവകാരുണ്യ നന്മ പ്രവർത്തനങ്ങൾക്കും ജെഫേസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ ചാലക്കുടിയിൽ മണിച്ചാണ്ട് ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് തന്നെ ഒരു ചേട്ടൻ വില്യമാനോ ഓട്ടോ ഇടിച്ചിട്ട് ആളുടെ ലൈസൻസ് കട്ട് ചെയ്യാൻ പോയപ്പോൾ കൃത്യമായ ഇടപെടൽ നടത്തിയ ആളാണ്. ഇവരെന്തായിരുന്നാലും കൊടകരയിലെ ഒരു കാവൽക്കാർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.